അവധിക്കാലമായാൽ യാത്രകൾ മസ്റ്റ് ആണല്ലേ. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാവും. പക്ഷെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പലപ്പോഴും പോകാൻ കഴിയുള്ളൂ. കാരണം ഒരുപാട് കാശും ചെലവാകും അല്ലേ. എന്നാൽ ഈ കാശിന്റെ ചെലവൊന്നുമില്ലാതെ, പാസ്പോർട്ടും വിസയും ഒന്നുമില്ലാതെ ഇഷ്ടമുള്ള ഇടങ്ങളിലേക്കൊക്കെ യാത്ര പോകാനുള്ള എളുപ്പ വഴിയാണ് നമ്മുടെ പുസ്തകങ്ങൾ. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, മുറിയിലിരുന്നു കൊണ്ട് തന്നെ കഥകൾ നമ്മളെ പല ലോകങ്ങളിലേക്കും അവിടുത്തെ കാഴ്ചകളിലേക്കും കൗതുകങ്ങളിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടുപോകും. വെൽക്കം ടു ആപ്പിൾ സ്റ്റോറി ക്ലബ്. ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്നാന്തരം കഥാപുസ്തകങ്ങളെ. അവധിക്കാല വായനയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളെയാണ് ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഓരോരോ പുസ്തകങ്ങളെ കണ്ട് പോകാം. നമ്മുടെ ആദ്യത്തെ പുസ്തകം പീറ്റർ എന്ന മുയലും മറ്റ് കഥകളും എന്ന പുസ്തകമാണ്. ബിയാട്രിക്സ് പോട്ടർ ആണ് ഇത്. ഒറിജിനലി ഇതിന്റെ ക്രിയേറ്റർ. മലയാളത്തിൽ പ്രിയ കഥാകാരി അഷിത ചെയ്ത പുനരാഖ്യാനമാണ് ഈ പുസ്തകത്തിൽ വായിക്കാനായിട്ട് പറ്റുന്നത്. ബിയാട്രിക്സ് പോട്ടറിന്റെ പീറ്റർ ദ റാബിറ്റിനെ എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ സിനിമയായിട്ടും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഇംഗ്ലീഷിലും പീറ്റർ ദ റാബിറ്റിന്റെ ഒരുപാട് കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് അതിന്റെ മലയാളം വേർഷനാണ്. പീറ്റർ എന്ന മുയലിന്റെ കഥ, ടോം എന്ന പൂച്ചക്കുട്ടിയുടെ കഥ, ബെഞ്ചമിൻ ബണ്ണിയുടെ കഥ, ടിമ്മി ടിപ് ടോസിന്റെ കഥ, മിസ് മോപ്പറ്റിന്റെ കഥ, 2 ചീത്ത എലികളുടെ കഥ. മൃഗങ്ങളെ കഥാപാത്രങ്ങളാക്കി രചിച്ച കഥകളുടെ പേരിൽ വിഖ്യാതയായ ബിയാട്രിക്സ് പോട്ടറുടെ ഏറ്റവും പ്രശസ്തമായ 6 കഥകളാണ് ഈ പുസ്തകത്തിൽ നമ്മുടെ കുഞ്ഞുമണികൾക്ക് വായിക്കാനായി പറ്റുന്നത്. നല്ല ചിത്രങ്ങളോടുകൂടിയ ഒരു പുസ്തകമാണ്. ഇതാരാ പോന്നത്? മിസ്റ്റർ പീറ്റർ ദ റാബിറ്റ്. ഇതാരാണ് ഈ പോകുന്നത്? താറാമക്കൾ. രസകരമായ ഒരു കുഞ്ഞു പുസ്തകം കുഞ്ഞുമക്കൾക്ക് വേണ്ടി. പീറ്റർ ദ റാബിറ്റ്. ഓക്കെ, ഇനി അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ചില്ലറ പുസ്തകമൊന്നുമല്ല. കുറുക്കൻ മാഷിന്റെ സ്കൂൾ. കായ്കനികളും തേനും കാടമുട്ടയും മാത്രം ഭക്ഷിക്കുന്ന നരിയും പുലിയും സിംഹവും കാട്ടുപോത്തുമെല്ലാം ചെറുമൃഗങ്ങളോടൊപ്പം സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന കാട്. അവിടെ കുഞ്ഞു മൃഗങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നല്ലവനായ മിസ്റ്റർ കുറുക്കൻ മാഷ് തുടങ്ങുന്ന സ്കൂളിൻ്റെയും അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുടെയും കഥയാണിത്. ബാലഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു വരുമ്പോൾ തന്നെ കുട്ടികളുടെ ഹൃദയം കവർന്ന നോവൽ. ഈ നോവലിന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാന തലത്തിലും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. VR സുധീഷിന്റെ കുറുക്കൻ മാഷിന്റെ സ്കൂൾ കേരള സാഹിത്യ അക്കാദമി അവാർഡും ഭീമ ബാലസാഹിത്യ പുരസ്കാരവും ലഭിച്ച നോവലാണ് കേട്ടോ. അപ്പോൾ സാധാരണ കുറുക്കനെ നമ്മൾ എപ്പോഴും വില്ലനായിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ലേ. പക്ഷെ പുള്ളി ഇവിടെ കാട്ടിൽ സ്കൂള് തുടങ്ങി അവിടെ പ്രവേശനോത്സവമൊക്കെ നടത്തി സംഭവം കലക്കനാവുന്ന രക്ഷണമാണ്. കണ്ടോ, ഇവിടെ ഒരു വിദ്യാർത്ഥി മരത്തിൽ കിടന്ന് ചിരിക്കുന്ന കണ്ടോ. വിദ്യാർത്ഥിയാണോ എന്നുള്ളത് നമുക്ക് കഥ വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. വളരെ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് യൂണിഫോം ഒക്കെ ഇട്ട് പോകുന്ന കണ്ടോ. നല്ല വർണ്ണചിത്രങ്ങളൊക്കെയുള്ള ഒരു കുഞ്ഞു പുസ്തകമാണ് കുറുക്കൻ മാഷിന്റെ സ്കൂൾ. ഇനി അടുത്ത പുസ്തകം നമ്മുടെ നാടോടി കഥകളാണ്. പല നാടുകളിലെ കഥകളാണ്. അല്ലെങ്കിൽ ലോകമെങ്ങുമുള്ള കുട്ടികളുടെ സമ്മതി നേടിയ കഥകൾ. ദേശകാലങ്ങൾക്ക് അതീതമായി തലമുറകളായി പകർന്നു നൽകുന്ന കഥകളുടെ സമാഹാരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രി റോസ്മേരി. ഓക്കെ, അപ്പോൾ ഇതിൽ കഥകളും കഥകളുടെ ചെറിയ ചില ചിത്രങ്ങളുമൊക്കെ ഉള്ള ഒരു കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന നാടോടി കഥകളുടെ ഒരു പുസ്തകമാണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പുസ്തകം. ഇത് വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമ്മുടെ ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ ഒരു സമയത്തുണ്ടല്ലോ, റോമിയോ എന്ന് പറയുന്ന ഒരു കുട്ടി, 11 വയസ്സുള്ളൊരു കുട്ടി റോമിയോയുടെ അച്ഛനൊപ്പം ഒരു യാത്ര പുറപ്പെട്ടു. അതൊരു ചെറിയ യാത്രയൊന്നും ആയിരുന്നില്ല. 1700 മൈലുകൾ താണ്ടി ലണ്ടനിലുള്ള റോമിയോയുടെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനായിട്ടാണ് റോമിയോ അച്ഛനൊപ്പം യാത്ര ചെയ്തത്. ആ യാത്രയുടെ കഥയാണ് സിപ്പി പള്ളിപ്പുറം റോമിയോവും സ്നേഹമുത്തശ്ശിയും എന്ന ഈ പുസ്തകത്തിലൂടെ
കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഇതൊരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയുടെ കഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ, 11 വയസ്സുള്ളൊരു കുഞ്ഞ് നടന്ന് പോവുകയാണ് മുത്തശ്ശിയെ കാണാനായിട്ട്. മനുഷ്യ സ്നേഹത്തിൻ്റെ വിജയ പതാക പാറിച്ച റോമിയോവിൻ്റെ ജൈത്രയാത്രയുടെ കഥ. ദേ കണ്ടോ, റോമിയോയുടെ ഒരു കുഞ്ഞു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ ഇതൊരു റിയൽ സ്റ്റോറി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ച്വൽ പിക്ചേഴ്സും എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ജസ്റ്റ് ടു സീ ഗ്രാൻ എന്നൊക്കെ എഴുതി യാത്രയ്ക്ക് പോകുന്ന ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇറ്റലിയിൽ നിന്നാണ് ലണ്ടനിലേക്ക് 93 ദിവസം കൊണ്ട് മുത്തശ്ശിയെ കാണാനായിട്ടുള്ള ഈ യാത്ര റോമിയോ പൂർത്തിയാക്കിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ഈ അവധിക്കാലത്ത് നമുക്ക് വായിക്കാം. വായിച്ചിട്ട് നിങ്ങൾ വീട് വിട്ടൊന്നും പൊക്കളയരുത്. സോ ഇതാണ് നമ്മുടെ റോമിയോവും സ്നേഹമുത്തശ്ശിയും. അടുത്ത പുസ്തകം ലോകത്തിലെ ഏറ്റവും മികച്ചൊരു വിദ്യാർത്ഥിനിയുടെ കഥ. ആരാണ് ആ വിദ്യാർത്ഥിനി? ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറിൻ്റെ ബയോഗ്രഫിയാണ്. മലയാളത്തിൽ ഇത് സി സാന്ദീപനി എഴുതിയ പുസ്തകമാണ്. കാഴ്ചകളുടെയും ശബ്ദങ്ങളുടെയും ലോകത്ത് നിന്ന് പൊടുന്നനെ ഇരുട്ടിൻ്റെയും നിശബ്ദതയുടെയും ലോകത്തേക്ക് എടുത്തെറിയപ്പെട്ട പെൺകുട്ടിയാണ് ഹെലൻ കെല്ലർ. അന്ധയും ബധിരയുമായ അവൾ നിശ്ചയദാർഢ്യം കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും അത്ഭുതങ്ങൾ തീർത്തു. ബിരുദങ്ങൾ നേടിയും പ്രഭാഷണങ്ങൾ നടത്തിയും പുസ്തകങ്ങൾ എഴുതിയും വിവിധ രാജ്യങ്ങളിൽ ചെന്ന് നിസ്സഹായരുടെ കണ്ണീരൊപ്പിയും 87 വർഷം ആ ജീവിതം പ്രകാശം പരത്തി. മനുഷ്യകുലത്തിന് പ്രത്യാശയുടെ പാഠമായ ഹെലൻ കെല്ലറുടെ ജീവിതകഥ കുട്ടികൾക്ക് വേണ്ടി സാന്ദീപനി ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. അടുത്ത പുസ്തകം വളരെ വിശ്വസ്തരായ ചില ആൾക്കാരെ കുറിച്ചുള്ളതാണ്. അതെ, നമ്മുടെ വിശ്വസ്തരായ നായ്ക്കളെ കുറിച്ചുള്ള പുസ്തകമാണ്. വിശ്വസ്ത നായ്ക്കളുടെ വീരകഥകൾ. സിപ്പി പള്ളിപ്പുറമാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ വീരന്മാരായ നായ്ക്കളുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. നായ്ക്കൾ വിശ്വസ്തതയുടെ പ്രതീകങ്ങളാണ്. വിശ്വസ്തരും വീരന്മാരുമായ 25 നായ്ക്കളുടെ കഥയാണ് ഈ പുസ്തകത്തിലുള്ളത്. ബാലഭൂമിയിൽ സൂപ്പർ ഡോഗ്സ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ വായനക്കാരുടെ പ്രശംസയും അഭിനന്ദനങ്ങളും ഇവയ്ക്ക് ധാരാളമായി ലഭിച്ചിരിക്കുന്നു. ആ സൂപ്പർ ഡോഗ്സിന്റെ കഥ ഇതാ ഒറ്റ പുസ്തകത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വായിക്കാൻ കഴിയും. ഈ അവധിക്കാലത്ത് നമുക്ക് ഇവരുടെ കഥ കൂടി അറിയാം. ഇനി ഒരു എവർഗ്രീൻ സ്റ്റോറി ബുക്കാണ് അടുത്തത്. ലോകത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായ ജംഗിൾ ബുക്കിന്റെ മലയാളം. ഇന്ത്യയിലെ വനത്തിൽ ചെന്നായകൾ വളർത്തിയെടുത്ത മൗഗ്ലി എന്ന മനുഷ്യ കുഞ്ഞിന്റെ കഥയാണിത്. ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. എങ്കിലും റഡ്യാർഡ് കിപ്ലിങ്ങിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാ ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കാണാനായിട്ട് പറ്റും. ദാ നിൽക്കുന്നു നമ്മുടെ ഹീറോ മൗഗ്ലി. ഓക്കെ, സോ ഇത് ദേവി ജയസ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചിത്രങ്ങളും ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ജംഗിൾ ബുക്ക്. ഇനി അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് സ്കൂളിലെ ചില തമാശകൾ അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തിലെ തമാശകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഖൈറനിസ എ എന്ന നമ്മുടെ സ്വന്തം എഴുത്തുകാരി ഇംഗ്ലീഷിൽ എഴുതിയ ബട്ടർ ഫിംഗർ സീരീസ് ഒരു സൂപ്പർ ഹിറ്റ് സീരീസ് ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതാണ്. അമറിൻ്റെയും കൂട്ടുകാരുടെയും കഥ. ബട്ടർ ഫിംഗേഴ്സ് ദാ ഇവിടെ മലയാളത്തിലുണ്ട്. നമ്മുടെ മാതൃഭൂമി ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കായുള്ള ബട്ടർ ഫിംഗേഴ്സ് നോവൽ പരമ്പരയിലൂടെ ശ്രദ്ധേയയായ ഇംഗ്ലീഷ് എഴുത്തുകാരിയുടെ ഹൗ സാറ്റ് ബട്ടർ ഫിംഗേഴ്സിന്റെ പരിഭാഷ. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് കൈകസി VS ആണ്. ഇതാ ബട്ടർ ഫിംഗേഴ്സ്. ഓക്കെ, നല്ലൊരു നോവൽ കുട്ടികൾക്ക് വേണ്ടി. ഇനി നമ്മുടെ ഇന്നത്തെ സെറ്റിലെ അവസാനത്തെ പുസ്തകം പൂർണ്ണയുടെ കഥ. പൂർണ്ണ മലാവത്തിന്റെ കഥ. ആരാണ് പൂർണ്ണ മലാവത്ത്? എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി. ഇപ്പോൾ പൂർണ്ണ മലാവത്തിന് 23 വയസ്സുണ്ട്. പക്ഷേ എന്നാൽ വെറും 13 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് പൂർണ്ണ മലാവത്ത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നത്. എവറസ്റ്റിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് നമുക്കറിയാം അല്ലേ? ആ യാത്ര ഈ 13 വയസ്സുള്ള പെൺകുട്ടി എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? തീരെ ചെറിയ കുട്ടികൾക്കല്ല, കുറച്ച് മുതിർന്ന കുട്ടികൾക്കായിരിക്കും ഈ പുസ്തകം വായിച്ചാൽ കൂടുതൽ
ഇഷ്ടമാകുന്നത്. കൊച്ചുകുട്ടികൾക്കും പൂർണ്ണയുടെ കഥ നമുക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാം, പക്ഷെ അവർക്കിത് തനിയെ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പൂർണ്ണ മലാവത്തിൻ്റെ സാഹസികമായ ജീവിത കഥ. ഇത് പുതിയ തലമുറയ്ക്ക് പ്രചോദനം പകരുന്ന അസാധാരണമായ ജീവചരിത്ര ഗ്രന്ഥം. അപർണ തോത്ത എഴുതിയ ഈ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് രശ്മി കിട്ടപ്പയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലെ പുസ്തകങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഉറപ്പായും നിങ്ങൾ വാങ്ങി വായിക്കണം. ഇത് നിങ്ങൾക്ക് മാതൃഭൂമി ബുക്സിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങാം. അതല്ലെന്നുണ്ടെങ്കിൽ മാതൃഭൂമി ബുക്ക് ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. ഈ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം ഇത് ഇഷ്ടമായോ, നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കും. ഉറപ്പായും അത് അറിയിക്കാം. ഓക്കെ, ഈ പുസ്തകങ്ങളെ കൂടാതെ നിങ്ങൾ ബുക്കുകൾ വാങ്ങാൻ പോകുമ്പോൾ വേറെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ കാണുകയാണെങ്കിൽ അത് ഏതാണെന്നും അറിയിക്കാനായിട്ട് മറക്കണ്ട. കീപ് റീഡിംഗ്, കീപ് ടെല്ലിംഗ് സ്റ്റോറീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.